ഞാനുള്ളത് തവനൂർ മണ്ഡലത്തിലാണ്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി KT ജലീൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ആളുകളുമായി വിദ്യാർത്ഥികളുമായൊക്കെ സംവദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തവനൂരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് തന്നെയാണ് നമ്മൾ തവനൂരിനെ കാണുന്നത്. ജലീൽക്ക, എങ്ങനെയുണ്ട്? അല്ല, ഈ നോമ്പുകാലാണ്, കനത്ത വെയിലാണ്, ക്ഷീണമുണ്ടോ? ക്ഷീണം ശാരീരികമായിട്ടുള്ളൊരു ക്ഷീണം ഉണ്ടാവുമല്ലോ നോമ്പായതുകൊണ്ട്. മറ്റു തരത്തിലുള്ള ക്ഷീണങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് കാര്യങ്ങൾ മണ്ഡലത്തിലെ? കഴിഞ്ഞ 15 വർഷം ഈ നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ള കൃതാർത്ഥതയോടുകൂടിയാണ് ഇത്തവണ ജനവിധി തേടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ പാർട്ടി നിർബന്ധപൂർവ്വം മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ ഞാൻ മത്സരത്തിന് തയ്യാറാവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നിങ്ങൾ ഇതിലൂടെ കടന്നു വന്ന റോഡുകൾ എല്ലാം റബ്ബറൈസ് ചെയ്തിട്ടുണ്ട്. തവനൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും റബ്ബറൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആശുപത്രികൾ, സ്കൂളുകൾ എല്ലാം മെച്ചപ്പെട്ടതായി. കിഫ്ബിയിൽ നിന്ന് 4 വലിയ പാലങ്ങൾക്കുള്ള പണമാണ് അനുവദിച്ച് കിട്ടിയത്. ഒന്ന് നായർത്തോട് പാലം, ഏതാണ്ട് 64 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് തിരൂർ പുഴയ്ക്ക് കുറുകെ അതിമനോഹരമായിട്ടുള്ളൊരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് ഒളമ്പക്കടവ് പാലം, 55 കോടി രൂപയാണ് അതിനായിട്ട് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച് അതിൻ്റെ പണി പൂർത്തീകരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എടപ്പാളിലെ ഫ്ലൈ ഓവർ, നമ്മളുടെ മലപ്പുറം ജില്ലയിൽ ഒരു ടൗണിന് കുറുകെ ഒരു ഫ്ലൈ ഓവർ ആദ്യമായിട്ടാണ് വരുന്നത്. അത് 15 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച് കിട്ടിയിട്ടാണ് അത് പൂർത്തിയാക്കിയത്. തിരുനാവായ തവനൂർ പാലം, അതിനും 55 കോടി രൂപയോളം നമുക്ക് അനുവദിച്ച് കിട്ടി. വർക്ക് ടെൻഡർ ചെയ്തു, വർക്ക് എഗ്രിമെൻ്റ് വെച്ചു. ആ സമയത്താണ് വർക്ക് തുടങ്ങാൻ നിശ്ചയിച്ച ദിവസത്തിൻ്റെ തൊട്ട് തലേ ദിവസമാണ് മെട്രോ ശ്രീധരൻ ആ പാലത്തിനെതിരായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചൊരു സ്റ്റേ വാങ്ങിയത്. അത് 2 ക്ഷേത്രങ്ങളെ വിഭജിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളത് വിശ്വാസി സമൂഹവുമായി നല്ല രീതിയിൽ ആലോചിച്ച് നടപ്പാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ചോർച്ച നികത്തുന്ന പ്രവൃത്തിയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി 29 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. വികസനം പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും പ്രചാരണം. തീർച്ചയായിട്ടും വികസനം പറഞ്ഞുകൊണ്ടും. അതുപോലെ തന്നെ ഈ നിയോജക മണ്ഡലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ നിയോജക മണ്ഡലം ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള ആളുകൾക്ക് ജന്മം നൽകിയ ദേശമാണ്. മഹാകവി വള്ളത്തോൾ ഇവിടെയാണ് ജനിച്ചത്. അതുപോലെ തന്നെ നിരവധി സാംസ്കാരിക നായകന്മാർ, ഒരുപാട് ക്ഷേത്രങ്ങളുടെ നാടാണ് നമ്മളുടെ തൃപ്രങ്ങോട് എന്ന് പറയുന്നത്. പിന്നെ കേളപ്പജിയുടെ സ്വന്തം മണ്ണ് എന്നുള്ള നിലയിലാണ് തവനൂർ അറിയപ്പെടുന്നത്. അങ്ങനെ മതമൈത്രിക്ക്, മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ദേശമാണ് തവനൂർ. ആ തവനൂരിൽ ഒരു തരത്തിലുള്ള മറ്റു വിധത്തിലുള്ള സംഘർഷങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അത് അഭംഗുരം ഇനിയും തുടരേണ്ടതുണ്ട്. മറ്റൊന്ന്, UDFൻ്റെ സ്ഥാനാർത്ഥിയായി സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്തുകൊണ്ടൊരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം വരുന്നു. പക്ഷെ അതിന് പിന്നാലെ താങ്കളെ പരിഹസിച്ചുകൊണ്ട് സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? ഒന്നും പ്രതികരിക്കാനില്ല. ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം നേരത്തെ നടത്തിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ചാണ് വളരെ നേരത്തെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാവണം അദ്ദേഹം ഇപ്പോഴാണ് ഞാനത് ഇട്ടത് എന്നുള്ള രൂപത്തിൽ പറയുന്നത്. അപ്പോൾ അതിനോടൊന്നും പ്രത്യേകമായിട്ടുള്ള യാതൊരു പ്രതികരണവും ഇല്ല. ഇവിടെ തെരഞ്ഞെടുപ്പിൽ ആര് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും സ്വാഭാവികമാണ്, ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥികൾ ഉണ്ടാകും, അതിലൊരാൾ ജയിക്കും. അപ്പോൾ വളരെ മാന്യമായിട്ടുള്ള, വളരെ ജെന്റിലായിട്ടുള്ള ഒരു ഇലക്ഷനാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമ്മൾ ഉഷാറാണ്. തീർച്ചയായിട്ടും. എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. മറ്റൊന്ന്, തവനൂർ മണ്ഡലത്തെ സംബന്ധിച്ച്
ഏറെ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലം. അതായത് CPM-നെ സംബന്ധിച്ച് ഈ തവനൂരിൽ CPM-നകത്ത് തന്നെ വിഭാഗീയത ഉണ്ടായിരുന്നുണ്ട്, അല്ലെങ്കിൽ അത് വിഭാഗീയത എപ്പോഴും ഉടലെടുക്കുന്നൊരു മണ്ഡലം കൂടിയാണ് തവനൂരെന്ന് പലപ്പോഴും UDF ആരോപിക്കുന്നുണ്ട്. അത്തരമൊരു വിഭാഗീയത തവനൂരിലുണ്ടോ? ഒരു വിഭാഗീയതയും തവനൂരിലില്ല. എല്ലാ പാർട്ടി സഖാക്കളും ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ അണിനിരന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെ വല്ല വിഭാഗീയതയും ഉണ്ടായിരുന്നു എങ്കിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുമായിരുന്നു. കാരണം ഒരു പൊളിറ്റീഷ്യൻ പോലും ആയിരുന്നില്ല, ഒരു പൊതുപ്രവർത്തകൻ പോലും ആയിരുന്നില്ല കഴിഞ്ഞ തവണ വന്നത്. ചാരിറ്റി പ്രവർത്തകൻ എന്നുള്ള പേരിൽ ആ ലേബലിൽ ഇവിടെ കൊണ്ടിറക്കി ഇവിടെ മത്സരിപ്പിക്കാനാണ് അവർ തുനിഞ്ഞത്. പക്ഷേ എന്നിട്ട് പോലും ഇവിടെ LDF-നെ തോൽപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്തായാലും അദ്ദേഹം പൂർണ്ണ വിശ്വാസത്തിലാണ്, പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ് അദ്ദേഹവും ഉറപ്പ് നൽകുന്നത്.